നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു ഔഷധ മരത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ വൻമരമാണ്. ഒരു 50-60 മീറ്ററോളം ഉയരത്തിൽ പോകും. ഈ മരത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ചോട് വളരെ വലിയ വണ്ണവും വണ്ണം കുറഞ്ഞും വരും. കുമ്പിൾ എന്ന് പറയുന്ന മരമാണ്. കുമ്പിൾ എന്ന് പറഞ്ഞ മരത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. നമ്മുടെ ആയുർവേദത്തിലെ ദശമൂലം എന്ന് പറയുന്ന 10 മരങ്ങളുടെ വേരിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ 5 വൻമരങ്ങളും 5 കുറ്റിച്ചെടികളുമാണ്. ആ 5 വൻമരങ്ങളിൽ ഒന്നാമത്തെയാണ് കുമ്പിൾ. കൂവളം, പാതിരി, പയ്യാനി, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതന, വൻവഴുതന, ഞെരിഞ്ഞിൽ. ഇതൊക്കെയാണ് ആ ദശമൂലത്തിൽപ്പെട്ട വൃക്ഷങ്ങളും കുറ്റിച്ചെടികളുമൊക്കെ. ഇതിൻ്റെ പൂവ് കണ്ടോ? മഞ്ഞ കളറാണ് ഇതിൻ്റെ പൂവ്. കുമ്പിളിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ പൂവ്. ഈ തടി നിൽക്കുന്നത് ഒരു കുമ്പിളിൻ്റെ ആകൃതിയിലാണ്. ഈ പൂവ് മഞ്ഞ കളറാണ്. ഞാനിപ്പോൾ ഈ പൂവ് എടുത്തു വച്ചിരിക്കുന്നത്, ഇത് വളരെ വലിയൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ശ്വാസമുട്ടൊക്കെ ഉണ്ടായി നമ്മൾ ഇൻഹീലർ, റോട്ടാ ഹീലർ, ടെലികാസ്റ്റ് പോലുള്ള മരുന്നുകളൊക്കെ കഴിച്ച് പിന്നെയും ശ്വാസം മുട്ട് കൂടുകയും നമ്മൾ ഈ ഇൻഹീലറിൻ്റെയൊക്കെ മീറ്റർ അളവ് കൂട്ടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള പേഷ്യൻ്റ്, നിങ്ങളൊരു പരീക്ഷണത്തിന് ഇതിൻ്റെ കുമ്പിളിൻ്റെ പൂവ് നിഴലിലുണക്കി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ധാരാളമായിട്ട് കൊള്ളാതെ നിഴലിലുണക്കി പൊടിച്ച് നല്ല മിക്സിയിലിട്ട് അടിച്ച് പൊടിയാക്കി എടുക്കുകയും, ഈ പൊടി നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് രാവിലെയും ഒരു 1/2 ടീസ്പൂണ് വൈകുന്നേരവും തേൻ ചേർത്തിട്ട് പതിവായി ഒരു 2 ആഴ്ച കഴിച്ച് നോക്കൂ. ശ്വാസമുട്ടൽ നല്ലപോലെ കുറഞ്ഞ് കുറുങ്ങൽ, ഏങ്ങൽ, വിങ്ങൽ, ശ്വാസതടസ്സം ഇതൊക്കെ മാറി വരുന്നതായിട്ടുണ്ട്. കുമ്പിൾ നമുക്ക് മരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ തടി നമുക്ക് മരമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി ഫ്രെയിമിനൊക്കെ ഏറ്റവും നല്ല ഗ്ലാസ് ഫ്രെയിമൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ വാതിൽ, ഡോറ്, ശില്പങ്ങൾ, ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി, ഈട്ടിയുടെ ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ട് കുമ്പിളിൻ്റെ കൊമ്പ് വെച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ കുമ്പിളിൻ്റെ തടി നമുക്ക് ചെണ്ടയുടെ കോലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ധാരാളം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മരമാണ്. ആയുർവേദത്തിൽ ഔഷധമായിട്ട് കുമ്പിളിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുമ്പിളിൻ്റെ വേരാണ്. അതുപോലെ തന്നെ കുമ്പിളിന് ഒരു കായ ഉണ്ടാവും, ഉരുണ്ട ഒരു കായ ഉണ്ടാവും, വട്ടുപോലെ ഒരു കായ ഉണ്ടാവും. ആ പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറാണ്. അത് താഴെ വീണ് കഴിഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ മാനും അതേപോലെ കാട്ടാടും കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ സ്ഥിരം ഈ കുമ്പിളിൻ്റെ ചോട്ടി വന്ന് ഈ കായൊക്കെ തിന്നിട്ട് പോകുന്നുണ്ട്. ഇനിയും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഇങ്ങനെയുള്ള മരങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് പരിചയപ്പെടാനും വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഉപയോഗിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.